ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും അധികം ചർച്ചയായ ഒരു വിഷയമെന്ന് പറയുന്നത് അപ്പാനിയും അക്ബറും തമ്മിൽ നടന്ന പ്രശ്നങ്ങളാണ്. ടാസ്കുകളൊക്കെ മാറ്റിവെച്ചാൽ ബിഗ് ബോസ് വീട്ടിലെ ചർച്ചയായ ഹോട്ട് ടോപ്പിക്ക് അത് തന്നെയാണ്. ഷാനവാസിന്റെ പുറകെ നടക്കുന്ന അപ്പാനി രാവിലെ അപ്പാനി എണീറ്റപ്പോൾ പറഞ്ഞത് അയാളെ ഞാൻ വെറുതെ വിടില്ല, ഞാനും ഇനി പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള വീരവാദങ്ങൾ നമ്മുടെ അക്ബറിന്റെ അടുത്ത് അപ്പാനി പറയുന്നുണ്ടെങ്കിലും പിന്നീട് ഷാനവാസിക്ക എന്ന് പറഞ്ഞിട്ട് ഷാനവാസിന്റെ പിന്നാലെ നടക്കുന്ന ഒരു അപ്പാനിയാണ് നമ്മൾ കാണുന്നത്. അതേ സമയത്ത് ഈ ഷാനവാസും നൂറയും ആദിലയും തമ്മിൽ സംസാരിക്കുമ്പോഴും ഷാനവാസ് ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ ആ ആയുധം എടുത്തിട്ടില്ല, എൻ്റെ കയ്യിലുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അവനെ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എന്ന് വെച്ച് ഞാനിത് ഉപയോഗിക്കില്ല എന്ന് തീർത്ത് പറയാനൊന്നും പറ്റില്ല. ഞാനിത് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അവനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതെടുത്തിട്ടത് എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. മാത്രമല്ല അപ്പാനി ഈ നമ്മുടെ രേണു സുധീർ അടുത്ത് പോയിരുന്ന് സംസാരിച്ചത് അത് ശരിക്കും ഓഡിയൻസിനോടും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടും തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് രേണു സുധിയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ജസ്റ്റ് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതായത് ഒരു സൗഹൃദമുണ്ടായിരുന്നു, അതിനപ്പുറത്തൊന്നുമില്ല. ഞാനിവിടെ കളിക്കാനാണ് വന്നത്, അതെല്ലാം എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിരുന്നു, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് എനിക്കിതിലാകെ ഒരു പോരായ്മയായിട്ട് തോന്നിയത് ശരത്ത് ഇതിനെ നേരിടുന്ന രീതിയാണ്. ശരത്ത് പേടിച്ചുപോയി. ആ ഭയത്തിൽ നിന്ന് ശരത്ത് പുറത്ത് കടന്നാൽ ഈ ടോപ്പിക്ക് ഷാനവാസ് അവിടെ എടുത്തിട്ടാലും ശരത്തിന് അതിനെ നേരിടാൻ പറ്റും. അങ്ങനെ ശരത്ത് ഇതിനെ നേരിടാൻ തീരുമാനിച്ചാൽ ഈ ഒരു ടോപ്പിക്ക് മിക്കവാറും അത് ഷാനവാസിന് തിരിച്ചടിയായിട്ട് മാറും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. ഇത് ഇരുതല മൂർച്ചയുള്ളൊരു വാളാണ്. കാരണം ഷാനവാസ് ഇത് സൂക്ഷിച്ചുപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുത്തു കൊള്ളുന്നത് ഷാനവാസിനായിരിക്കും. കാരണം ഇതിനകത്ത് ഓൾറെഡി പുറത്തിറങ്ങിയ കണ്ടസ്റ്റന്റ് പറഞ്ഞിട്ടുണ്ട്, അവരൊരു ബ്രദറിനെ പോലെയാണ് കണ്ടിട്ടുള്ളതെന്ന് ആദ്യത്തെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. ഹൗസിനകത്ത് വെച്ചും അവരങ്ങനെയേ പറഞ്ഞിട്ടുള്ളൂ. തമാശയായിട്ട് ഒന്നോ രണ്ടോ തവണ ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ മറ്റുള്ളവരെ അവിടെ കളിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് മാറ്റി വെച്ചാൽ ജസ്റ്റ് ഇത് അവരൊരു ബ്രദർ എന്നുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് അവിടെ അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോയിന്റിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ഈ അപ്പാനി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഒരു സംശയരോഗിയായിട്ടുള്ള ഒരു പിന്തിരിപ്പനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് അവിടെ ഷാനവാസ് ചിത്രീകരിക്കപ്പെടും. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷനെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ആരാണ് എന്നൊരു ചോദ്യം അവിടെ വന്നു കഴിഞ്ഞാൽ ഷാനവാസിന് പണി പാളും. ഇപ്പോൾ രണ്ടുപേര് ഹഗ് ചെയ്യുന്നതോ ഒന്ന് ഉമ്മ വയ്ക്കുന്നതോ അല്ലെങ്കിൽ അടുത്തടുത്തിരിക്കുന്നതോ ഒക്കെ എങ്ങനെയാണ് ഒരു മോശമായ കാര്യമായിട്ട് മാറുക, അതിനെ എങ്ങനെയാണ് വേറൊരു കണ്ണിൽ കാണാൻ പറ്റുക? ഇത് ബ്രദർ സിസ്റ്റർ ചെയ്യാറില്ലേ, അച്ഛനും മക്കളും ചെയ്യാറില്ലേ? സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു സാധാരണ കാര്യങ്ങൾ മാത്രമാണ് ഇത്രയും ക്യാമറകൾക്ക് മുന്നിൽ ഉമ്മ വയ്ക്കുന്നതും ഹഗ് ചെയ്യുന്നതും എന്നൊക്കെയുള്ള ഒരു പോയിന്റ് അവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ഷാനവാസ് പ്രതിരോധത്തിലായി പോകും. ഇവിടെ പക്ഷേ പ്രശ്നം അപ്പാനിക്ക് അത്തരത്തിൽ പറഞ്ഞു നിൽക്കാനോ ആ രൂപത്തിൽ ചിന്തിക്കാനോ കഴിയുന്നില്ല. അപ്പാനി പുറത്തുണ്ടായിരിക്കുന്ന ഒരു എഫക്റ്റിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അത് ഷാനവാസിന്റെ ബ്രില്യൻസ് ആണ്. കാരണം ഷാനവാസ് ഇതിനെ അവിടെ അവതരിപ്പിച്ചതും അനുമോൾ ഇതിനെ അവിടെ അവതരിപ്പിച്ചതും അപ്പാനി കാരണമാണ് ആ ഒരു കണ്ടസ്റ്റന്റ് പുറത്തു പോയത് എന്ന രീതിയിലാണ്. ശരിക്കും അപ്പാനി കാരണമാണോ പുറത്തു പോയത്? അല്ല. ഓഡിയൻസിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതിൽ ആ ഒരു കണ്ടസ്റ്റന്റ് പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ ഒരുപാട് പേര് കമന്റ് ബോക്സിലൊക്കെ പിന്നീട് ഈ കണ്ടസ്റ്റന്റ് പുറത്തായതിനു ശേഷമാണ് അപ്പാനി കാരണമാണ്, അല്ലെങ്കിൽ ഒരു കുടുംബം രക്ഷപ്പെട്ടു, ബിഗ് ബോസ് മനഃപൂർവ്വം പുറത്താക്കിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ വന്നു തുടങ്ങിയത്. പിന്നെ അതൊരു ട്രെൻഡായിട്ട് മാറുന്നു. ഒരുപാട് വീഡിയോകളിൽ നമ്മളത് കണ്ടു. ശരിക്കും ഈ ഒരു കണ്ടസ്റ്റന്റ് പുറത്തായത് നമ്മൾ പുറത്ത് ഭയങ്കരമായിട്ടുള്ള ജനരോഷം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആളുകൾ ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞ് ആക്രോശിച്ചതുകൊണ്ടോ ഒന്നും അല്ല. അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ കാര്യം ആർക്കറിയില്ല? അകത്ത് നിൽക്കുന്ന ആർക്കും അറിയില്ല. ഷാനവാസിനും അറിയില്ല, ഈ കാര്യം നമ്മുടെ അപ്പാനിക്കും അറിയില്ല, ഈ കാര്യം അനുമോൾക്കും അറിയില്ല. പക്ഷെ അവർ ഗസ് ചെയ്യാണ് ഈ കണ്ടസ്റ്റന്റ് പുറത്തായത് അപ്പാനിയുമായിട്ടുള്ള ഒരു കോംബോ ഗെയിമിലൂടെ ആയിരിക്കാമെന്ന് അവരവിടെ ഗസ് ചെയ്തു. അതിൽ ഒരു കാര്യം സമ്മതിച്ചേ പറ്റൂ, പുറത്ത് ഓഡിയൻസ് ഇതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെയാണ് ഇവരതവിടെ ഗസ് ചെയ്തത്. അവർ പക്ഷെ കുറച്ച് കൂടുതൽ എക്സ്പെക്ട് ചെയ്തു. എന്ന് വെച്ചാൽ ഭയങ്കര നെഗറ്റീവ് അടിച്ച് ഭയങ്കര സീനായിട്ട് അങ്ങ് പോയിരിക്കുകയാണെന്നുള്ള രീതിയിലാണ്. ആ ഭയമാണ് അപ്പാനിയെ പ്രതികരിക്കാനായിട്ട് പിന്നിലോട്ട് വലിക്കുന്ന ഘടകമെന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്, ഇത് പോകുമ്പോൾ തൻ്റെ ഫാമിലിയെ തൻ്റെ കരിയറിനൊക്കെ ഇത് ബാധിക്കുന്ന ലെവലിലേക്ക് എത്തുമോ എന്നുള്ള ഭയവും അപ്പാനിക്കുണ്ട്. പക്ഷെ ആ ഭയം തന്നെയാണ് ഈ ഗെയിമിൽ ഷാനവാസ് അപ്പാനിയുടെ മേൽ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നതിൻ്റെ കാരണം. കാരണം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഷാനവാസ് ലീഡ് ചെയ്ത് നിൽക്കുകയും അപ്പാനി പ്രതിരോധത്തിലാവുകയുമാണ്. എന്നാൽ അപ്പാനി ഇതിനെ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം. ഞങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ കണ്ടത്? അപ്പോൾ ഷാനവാസ് പറയും, പോകാൻ നേരത്ത് നിന്നെ മാത്രം എന്നാണ് കെട്ടിപ്പിടിച്ചത്, അത് അവൾക്ക് ഞാൻ സ്വന്തം ആങ്ങളെ പോലെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ
നിന്നെ മാത്രമല്ലേ ഉമ്മ വെച്ചുള്ളൂ, അത് എൻ്റെ പെങ്ങളെ പോലെയാണ് അവള്. ഞാൻ വിവാഹം കഴിഞ്ഞ് എനിക്ക് കുട്ടികളുള്ള കാര്യം അവൾക്കറിയില്ലേ, ഞാൻ എൻ്റെ സ്വന്തം പെങ്ങളെ പോലെയാണ് ആ കുട്ടിയെ കണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിന്റെ ഫ്യൂസ് ഊരിപ്പോയില്ലേ? ഷാനവാസ് പെട്ടുപോകും, ഷാനവാസ് തപ്പിപ്പോവും. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാം കൂടെ എന്ത് പറയും? നിനക്ക് രണ്ടുപേരുടെ റിലേഷൻ കണ്ടാൽ മനസ്സിലാവില്ലടാ, എല്ലാം നീ മറ്റേ കണ്ണിലൂടെ എന്തിനാണ് നോക്കുന്നതെന്ന് പറഞ്ഞ് അക്ബർ ചാടി വീഴും, മറ്റുള്ളവർ ചാടി വീഴും, ഗെയിം ഷാനവാസിന്റെ കയ്യിൽ നിന്ന് പോകും. പക്ഷെ അപ്പാനിയുടെ ഉള്ളിലേക്ക് ഷാനവാസ് കൊടുത്തൊരു ഭയം, ആ ഭയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാതെ അപ്പാനി അവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഷാനവാസ് ഇവിടെ സ്കോർ ചെയ്യുന്നതും അപ്പാനി പുറകിൽ പോയതും. അതാണ് ഈ സംഭവത്തിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം. പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.